കമ്പതേ വളയുന്നു. ഞാൻ ഇട്ടതല്ല ആയിപ്പോയതാണ്. അമ്മ ഏത് നേരത്ത് ഇന്ന് അങ്ങനെ ഉണ്ടാവും. പട്ടാളത്തിൽ പോണോ? എനിക്ക് അമ്മയെ കാണണം. സാറേ ഇവര് ശരിയാവോ? ശരിയാവോ? ശരിയാക്കി എടുക്കണം. ഇത് നിങ്ങൾ ഓന് വല്ലാണ്ട് തിന്നാൻ കൊടുത്ത് അടിയോണ്ട് കയറാൻ പറ്റിട്ടാ. ഇറങ്ങി ഞാൻ ഇറങ്ങണ്ട, അവ കയറട്ടാണ്. മട്ടിലെടുത്തേ മാത്രല്ല തന്നെ അടിക്കണം. 10 പ്രാവശ്യം കയറി ഇറങ്ങി സാറ് പറഞ്ഞ പോലെ. ഇവരിറങ്ങട്ടെ. കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങൾ പട്ടാളത്തിൽ ചേർന്ന്. ശരീരം ഇളക്കാൻ പറ്റില്ല. ശരിയാവോ? ശരിയാക്കാന്ന് നമുക്ക്. അവിടെ കയറി. അല്ല കേറിയില്ല. ഇനി എന്താ ചെയ്യണ്ട്? എന്താ ചെയ്യണ്ട്? മുകളിൽ കയറിയില്ല, എന്താ ചെയ്യണ്ട്? താഴെ ഇറങ്ങണം. എന്നാ പിന്നെ കേറേണ്ട കാര്യം ഉണ്ടായിരുന്നു. മുകളിൽ കയറിയപ്പോ ഇത്ര നേരം. എടാ അത് കേറി ഇറങ്ങി ഒരു 10 പ്രാവശ്യം കേറി ഇറങ്ങണം. അതെ ഞാൻ ഇനി നാളെ കയറിക്കോളാം. അതൊന്നും പറ്റില്ല. എന്തെന്നെ കാരണം ഒരു 10-50 പ്രാവശ്യം കയറി ഇറങ്ങണം. പിന്നെ കയ്യില് തഴമ്പ് വരണം. 50 പ്രാവശ്യം ഒന്നും പറ്റൂല കേട്ടോ. നിങ്ങളൊന്ന് കയറി നോക്കി. സുഗതങ്ങൾ കയറി നോക്കി. അതെല്ലാം കയറ്റി ഇറക്കാന്നേ. ഇതൊക്കെ നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യമല്ലേ. ഒന്ന് കാണിച്ചു. അവര് പറഞ്ഞു തരുന്ന പോലെ അങ്ങോട്ട് ചെയ്യേ. ശ്യാമളാന്റെ ഇത്തിരി വെള്ളം, പച്ചവെള്ളം കൊടുക്കരുത് അവർക്ക്. അമ്മ ചൂടുവെള്ളം തന്നാലും മതി അമ്മ. എനിക്ക് ഇച്ചിരി വെള്ളം താ. ചൂട് വെള്ളം വേണ്ട, പാലും വേണ്ട. കേറി ഇറങ്ങാൻ നോക്ക്. അല്ല സാറൊന്ന് കാണിച്ചു കൊടുക്ക്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി അത് കണ്ടു പഠിക്കട്ടാ. നമ്മൾ കയറുമ്പോൾ രണ്ടും ശക്തമായി പിടിക്കുക. മുകളിലോട്ട് മാത്രം നോക്കിയാൽ മതി, താഴെ നോക്കണ്ട. അപ്പൊ തല ഇറങ്ങൂല. മനസ്സിലായോ? ഒന്ന് കയറി നോക്കി. സാറ് ഞാൻ കയറണം. സാറ് പറഞ്ഞ പോലെ വേണ്ട വേണ്ട, ഞാൻ കയറണ്ട. നിങ്ങളെ പഠിപ്പിക്കാനാണ് ഇവിടെ വന്നത്. കയറണോ? അച്ഛാ മാഷ കൈ വേദനിക്കണം. കൈവേദന മാറാനൊരു പണിയുണ്ട്. എന്താണ്? പുഷപ്പ് കാണിച്ചുകൂടെ. ഇതോടെ 25 തവണ. പെട്ടെന്ന് എന്റെ വാപ്പ അന്വേഷിക്കണ്ടാവും. ഞാൻ ഇല്ല കോയനോട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വിട്ടാൽ മതി. ഇന്നാണ് ഏൽപ്പിച്ചിട്ട് നോക്കാം. അല്ല മീൻ മേടിക്കണം. മീനൊക്കെ അവര് മേടിക്കണം. അല്ലടാ പൊന്തണ്ടത് മൊത്തം പൊന്തട്ടെ. സാറ് പറയുന്നവരെ ചെയ്യണം. എടുക്കാറുണ്ട്. ഇവരെ എവിടുന്ന് കിട്ടിയത്? യവന്മാര് പട്ടാളക്കാരൊന്നും അല്ല. യവന്മാര് കൊള്ള സംഘത്തിലെ ആളുകളാന്നാ തോന്നുന്നേ. അവിടുന്ന് പറഞ്ഞു വിട്ടൊന്നും അല്ല. എന്റെ പാപ്പയും എന്റെ അച്ഛനും കൂടെ ഇവിടെ നിന്ന് പറക്കിക്കൊണ്ടുവന്ന് പറക്കുക. മൂടല്ല പൊക്കാൻ പറഞ്ഞത് മൊത്തം പൊന്തടാ. ആദ്യം മൂട് പൊക്കട്ടച്ചാ. എന്റെ വയറിടിച്ച് കൊണ്ട് ഇതൊന്നും പറ്റില്ല. വെള്ളം കിട്ടുവോ? പച്ചവെള്ളം തന്നെ നടക്കുന്നു. വയറ് പോയി. നിന്റെ എല്ലാം പോണം. നീ ശ്യാമളാന്റി വെള്ളം പച്ചവെള്ളം കൊടുത്തു വരുന്നവർക്ക്. എന്താ അച്ഛൻ ഇങ്ങനെ കണ്ണു ചോറിലത്തെ അച്ഛനായി പോയത്? കൊല്ലാനുള്ള പരിപാടിയാണ്. കൊല്ലന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങള് കേരള അടുത്തെന്താ 1000 മീറ്റർ ഓട്ടമുണ്ട്. വേണം ഓട്ടം വേണം. പിന്നെ റോപ്പ് ക്ലൈംബിംഗ്. പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. 1000 മീറ്റർ ആരോടും? നിങ്ങൾ 2 പേരും ഓടണം. 500 വെച്ച് ഓടാം. 1000 തന്നെ ഓടണം. ഫ്രൂട്ട്സ്, നട്ട്സ്. എന്റെ മക്കളെല്ലാരും കൂടി കൊല്ലുവോ? ഇന്ന് ഇവർക്ക് പാലും മുട്ടയും കൊടുക്കാൻ പാടില്ല. കൊഴുപ്പ് കൂടും, വ്യായാമം ചെയ്യാൻ മടി കാണിക്കും. അയ്യോ എന്റെ മക്കള് ക്ഷീണിച്ചു പോകും. പേടിക്കണ്ട, കൊണ്ടുവന്നല്ലേ. ഫ്രൂട്ട്സ് കൊടുത്തേ. എന്തിനാടി ഇതൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് വന്നത്? എന്തേ പിന്നെ പിള്ളേർക്ക് വിശക്കൂലേ? അയ്യോ ഇത് നോക്കിക്കേ സുഖദേട്ടാ. എവിടെയാ നിന്റെ കൈ നോക്കട്ടെ.
ഞാൻ തിന്നിട്ട് കാണിച്ചു തരാം അമ്മ കൈ. കൈയൊക്കെ മുറിഞ്ഞേക്കണ സുഖദേട്ടാ. എടി ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് പട്ടാളക്കാരെ അതിർത്തിയാക്കണോണ്ടാണ് ഇവനൊക്കെ സുരക്ഷിതമായിട്ട് തിന്നു കൊഴുത്തിരിക്കണത്. തുടങ്ങിയതേ ഉള്ളൂ, ഇനി എത്ര കാണാനിരിക്കുന്നു? സാറേ ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും പിള്ളേരെ കൊണ്ട് ചെയ്യിക്കണ്ട. പതുക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ചാ മതി. അത് നീ നോക്കണ്ട, അത് സാർമാര് നോക്കിക്കോളും. ആദ്യം അങ്ങോട്ട് മാറ്റിക്കേ. എനിക്ക് ഇത്രയും പൂജ എന്റെ ഉപ്പനോട് നിങ്ങൾ പറഞ്ഞപ്പോ ഞാനും ഇല്ലാത്ത കുടിക്കേ. അത് നന്നായിടാ. അതെ, എനിക്കൊരു കൂട്ടായില്ലേ. അതുകൊണ്ടല്ല, നീ നേരായാലും അവൻ നേരാവും. നിന്റെ കൂടെ നടന്നിട്ടാ ഇവ എങ്ങനെയായത്. ഇനി തിന്നിട്ട് പിള്ളേർ